നാടിൻ്റെ ആകെ ഉത്സവം, നാട്ടുകാരുടെ ആകെ പങ്കാളിത്തം. കരയിലെ സ്ത്രീകൾ ഒന്നടങ്കം ചേർന്നാണ് ചൂട്ടുകൾക്ക് ഓലകൾ ശേഖരിക്കുന്നത്. കരയിൽപ്പെട്ട കൃഷിയിടങ്ങളിൽ നിന്നാണ് തെങ്ങോലകൾ കണ്ടെത്തുക. ഇലന്തൂർ കിഴക്കു നിന്നുള്ളവരാണ് നാടിനാകെ മാതൃകയായ ഈ കൂട്ടായ്മയ്ക്ക് കൈകൊടുത്തത്. നമ്മളെല്ലാവരും ഒന്നിച്ചു ചേർന്ന് ദേവിയുടെ സഹായത്താൽ തൻകരപ്പടയണി ആഘോഷമായും താലപ്പൊലി മേളത്തോടും ചെണ്ടമേളത്തോടും ഓലമെടച്ചിലോടുകൂടി ഭംഗിയായി കോലങ്ങളോടകമ്പടിയോടുകൂടി പോകുന്നു. ശേഖരിച്ച തെങ്ങോലകൾ മെടഞ്ഞ് ചൂട്ടുകറ്റകളാക്കുന്ന പ്രവൃത്തിയും ഇവർ തന്നെ ചെയ്യും. രണ്ടാം പടയണിയാണ് ഇലന്തൂർ കിഴക്ക് കരക്കാരുടേത്. അന്നേ ദിവസം കോലങ്ങൾ കരയിൽ നിന്നും പുറപ്പെട്ട 1 കിലോമീറ്ററോളം ദൂരം സഞ്ചരിച്ചാണ് ഭഗവതികുന്ന് ക്ഷേത്രവളപ്പിലെത്തുക. താലപ്പൊലി എന്തിയും കത്തിച്ച ചൂട്ടുകറ്റകളുമായി സ്ത്രീജനങ്ങൾ അന്ന് കോലങ്ങൾ ആനയിക്കും. അമ്മയുടെ പ്രധാന വഴിപാട് അമ്മയുടെ കോലത്തിൻ്റെ മുന്നിൽ ചൂട്ട് പിടിക്കുക എന്നുള്ളതാണ്. അമ്മമാരെല്ലാവരും കൂടെ കൂടി ചൂട്ട് കളക്ട് ചെയ്തിട്ട് എല്ലാവരും കൂടെ ആഘോഷമായിട്ട് അത് ഒരിടത്ത് കൊണ്ടുവന്ന് കത്തിക്കത്തക്ക രീതിയിൽ മടഞ്ഞ് ശേഖരിക്കും. ചൂട്ടുവയ്പ് മാർച്ച് 4-നാണ്. 3 നാൾ പിന്നിടുമ്പോൾ 1-ാം പടയണി, 14-ന് വലിയ പടയണിയും. മുപ്പത്തിനാലോളം കരകളിൽ പടയണി സജീവമായിട്ട് നടക്കുന്നു. അമ്മമാരുടെ ഒരു സ്വാധീനം ആകെപ്പാടെയുള്ളത് ഈ ഇലന്തൂർ കിഴക്ക് തെൻകര പടയണിയിൽ മാത്രമാണ്. ചൂട്ടുകൾ ശേഖരിച്ച് തയ്യാറാക്കിയിരുന്നത് മുൻപ് പുരുഷന്മാരായിരുന്നു. സമീപകാലത്താണ് കരക്കൂട്ടായ്മയിലേക്ക് സ്ത്രീകൾ കൂടി കടന്നു വന്നത്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. CK അഭിലാൽ തത്സമയം ചേർന്നു. പടയണിയുടെ നാടാണ്. പടയണിയൊക്കെ പുതിയ തലമുറയ്ക്ക് എങ്ങോ പോയി മറിഞ്ഞ കാര്യങ്ങളായി മാറുമ്പോഴും ഇത് വളരെ ആഘോഷത്തോടെ അവിടെ നടത്തുന്നു എന്ന് അറിയുന്നതിലും വലിയ സന്തോഷമുണ്ട് അഭിലാലെ. ഇലന്തൂർ ഭഗവതികുന്ന് ദേവീക്ഷേത്രത്തിലെ പടയണി ഞങ്ങളുടെ നാടിൻ്റെ കൂടി വലിയ ആഘോഷമാണ്. വലിയ പടയണിക്ക് നേരം പുലരിവോളം പ്രായഭേദമന്യേ ലിംഗഭേദമന്യേ ഭക്തരും നാട്ടുകാരും ഒക്കെ കാഴ്ചക്കാരായി നിൽക്കുന്ന അപൂർവമായ കാഴ്ചയ്ക്ക് കൂടിയുള്ള ഒരു സ്ഥാനമാണ് ഇലന്തൂർ ഭഗവതികുന്ന് ക്ഷേത്ര പരിസരം എന്നുള്ളത്. മുൻപ് പുരുഷന്മാർ പൂർണ്ണമായും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നുവെങ്കിൽ സമീപകാലത്ത് സ്ത്രീകൾ കൂടി ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമാവുകയാണ്. നാട്ടുകൂട്ടം സ്ത്രീകൾ കൂടി ഉൾപ്പെടുന്നതാണ് എന്ന് ക്ഷേത്ര സമിതി ഉത്സവ കമ്മിറ്റി തെളിയിച്ചിരിക്കുകയാണ്. പരമാവധി സ്ത്രീകളെ ഇതിൻ്റെ ഭാഗമാക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. 6 കരക്കാരുണ്ട്. സമാനമായ കാഴ്ച മറ്റ് കരകളിലും നമുക്ക് ദൃശ്യമാകുന്നുണ്ട്. ചുരുക്കത്തിൽ ഒരു നാടിൻ്റെ ആഘോഷത്തിൽ ലിംഗഭേദമന്യേ പ്രായഭേദമന്യേ പരമാവധി പേരെ പങ്കാളിത്തം കൊണ്ട് അടുപ്പിക്കുന്ന ഒരു വലിയ പ്രവർത്തനങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായി നടക്കുന്നു എന്നുള്ളതാണ്. പടയണിയെക്കുറിച്ച് പറഞ്ഞാൽ പത്തനംതിട്ട ജില്ലയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രം. ആലപ്പുഴ, കോട്ടയം ജില്ലകളുടെ ഭാഗമായി വരുന്ന ചില ക്ഷേത്രങ്ങളിലും പ്രത്യേകിച്ച് ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ സമാനമായ കലാരൂപം ക്ഷേത്രോത്സവത്തിൻ്റെ ഭാഗമായി അവതരിപ്പിക്കപ്പെടാറുണ്ട്. പത്തനംതിട്ടയെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ കടമരട്ടയും ഒപ്പം കുരമ്പാല, ഓതറ, കോട്ടാങ്ങൽ എന്നിവിടങ്ങളിലും ക്ഷേത്രോത്സവത്തിൻ്റെ വിശേഷപ്പെട്ട അവതരണം എന്നുള്ളത് പടയണിയാണ്. അങ്ങനെ അതിന് വലിയ തോതിൽ ഇപ്പം കുട്ടികളെയൊക്കെ തന്നെ പടയണി പഠിപ്പിച്ച് പുത്തൻ തലമുറയിലേക്ക് കൂടി കലാരൂപം കൈമാറുന്ന പ്രവർത്തനങ്ങൾ മറ്റ് വിവിധ കോണുകളിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അഭിലാലെ, ഒരു നാടിൻ്റെ തന്നെ ആഘോഷം, അത് ഇത്രയും സന്തോഷത്തോടുകൂടി നാട്ടുകാരൊക്കെ ചേർന്ന് ഇത്തരം ആഘോഷങ്ങളെല്ലാം ഒത്തൊരുമയുടെ കൂടി ആവുന്നത് അപ്പോഴാണ്. അങ്ങനെ ഒരുമിച്ച് ചേർന്ന് ആഘോഷിക്കുക, പടയണിയൊക്കെ എല്ലാ കാലവും ആഘോഷിക്കപ്പെടട്ടെ. അഭിലാലിന് നല്ല ദിവസം ആശംസിക്കുന്നു.